എവറി നഴ്സ് മസ്റ്റ് ചെക്ക് ദിസ് ബിഫോർ ഫിനിഷിംഗ് യുവർ ഷിഫ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 സേഫ്റ്റി ചെക്കാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കരിയറിൽ വലിയൊരു പ്രോഗ്രഷൻ ഉണ്ടാകുന്നതായിരിക്കും. ആദ്യത്തേത് മെഡിക്കേഷൻ ഡോക്യുമെൻറ്റേഷൻ. നിങ്ങളുടെ വിങ്ങിൽ നിങ്ങൾ ഏതൊക്കെ റെസിഡൻസിന് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മേക്ക് ഷുവർ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഷിഫ്റ്റ് ഫിനിഷ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് നെക്സ്റ്റ് ഡേയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. രണ്ടാമത്തേത് വൂണ്ട് ഡോക്യുമെന്റേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് അതിൻ്റെ ചേഞ്ചസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് എസ്കലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റെസിഡന്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ ഒരു ഡോക്യുമെന്റേഷനിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു കാര്യം ബാധിക്കുന്നതായിരിക്കും. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് കൂടാതെ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് നെക്സ്റ്റ് ഡേയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യുക. അതിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ പ്രൊവൈഡ് ചെയ്തതായിട്ട് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. മൂന്നാമത്തേത് ഇൻസിഡന്റ് ഡോക്യുമെന്റേഷൻ ആണ്. ഇത് റെഗുലറായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഫോൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ബ്രൂയിസ് ഉണ്ടായാൽ നിങ്ങളുടെ പോളിസി പ്രൊസീജിയർ അനുസരിച്ച് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. നോമിനേറ്റഡ് പേഴ്സണിനെ ഇൻഫോം ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുക. മാനേജ്മെന്റിനോട് എസ്കലേറ്റ് ചെയ്യുക. GPക്ക് ഫോളോ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. നാലാമത്തേത് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് മോണിറ്ററിംഗ് ആണ്. പല റെസിഡൻറ്റും ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ടിലുള്ളവരായിരിക്കാം. അവർക്ക് കറക്റ്റായിട്ട് ഫുഡും ഫ്ലൂയിഡും എല്ലാം കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ടിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റെസിഡൻറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ എടുക്കുക. അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അഞ്ചാമത്തേത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കെയർ പ്ലാൻ അപ്ഡേഷൻ. നമ്മളുടെ ഫെസിലിറ്റിയിൽ ഡെയിലി നമ്മളുടെ റെസിഡൻറ്റിൻ്റെ ഓരോ ചേഞ്ചസും നടക്കുന്നുണ്ട്. സോ ഈ ഒരു ചേഞ്ചസ് നടക്കുന്ന അനുസരിച്ച് ഈ കെയർ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ വരുന്ന സ്റ്റാഫിന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ട് തന്നെ പല റിസ്കുകളും അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ആ റെസിഡൻറ്റിൻ്റെ കെയറിൽ ഉണ്ടായേക്കാം. സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.